ഫ്രഞ്ച് ഡോറായിട്ട് പോവാ ഷുഗർ വി അമ്മമ്മ ഹീറോയെ പിടിച്ചിരുന്നു. ഓഗ്യാണ് പ്രിൻസ് എന്ന ഹീറോയി അല്ല സ്വീറ്റ് വോയിസിൽ കേട്ടായിരുന്നു. ഷുഗർ ഹീറോയിനെ ബ്യൂട്ടിഫുൾ മൈൻഡ് ഷുഗർക്ക് പറഞ്ഞ ഇരട്ട് മൂന്ന് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമാത്രം ഷുഗർക്ക് ഹീറോയിനെ കണ്ട് ഒറ്റ നോട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ദൂരത്ത് കാണാൻ ഷുഗറിന് സുഖം ശ്രദ്ധിച്ചില്ല. ഹീറോയിനെ സ്മെല്ല് അത് ഹീറോയിനെ സ്വീറ്റ് വോയിസ് ഇത് ഷുഗർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ പ്രിൻസ് ഞാൻ പോവാ എന്ന് പറഞ്ഞ ഹീറോ അവിടെ നിന്ന് വന്നായിരുന്നു. രണ്ടുപേർക്ക് എന്താ നടക്കുന്നത് ഏത് നടക്കില്ല. രണ്ടുപേർ ഹീറോയിന് ഓർക്കായിരുന്നു. രണ്ടുപേർക്ക് ഹീറോയിനെ ഒറ്റ തൊട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. രണ്ടുപേരും അവർ ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ അങ്ങനായിട്ട് പ്രിൻസ് രണ്ടുപേരും അവരുടെ കൂടെ കുറച്ച് സംസാരിച്ച് നോക്കുമായിരുന്നു. നമുക്ക് പിടിച്ച ഡേറ്റ് അതെ നോക്കാൻ കുറച്ച് സംസാരിച്ചതായിരുന്നു. ഒരു ഫ്രണ്ട്മാർ സംസാരിച്ചായിരുന്നു. അങ്ങനെ ഡാഡ് എന്നെ പിടിച്ചത് അങ്ങനെ ചിന്നും ഷുഗർ പറഞ്ഞു മാരേജ് പറഞ്ഞ ഡാഡ് നമുക്ക് രണ്ട് പേർക്ക് സെറ്റാവില്ല ഡാഡി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ രണ്ട് വില്ലിമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റും. വില്ലിമാർക്ക് ഭയങ്കര ഷാഡായിരുന്നു. എന്താ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു വില്ലിമാർക്ക് സെറ്റായിട്ടായിരുന്നു. വില്ലിമാർ പക്ഷേ ഇപ്പം എന്ത് ചെയ്യാം എന്ന് വില്ലിന് വീട് ചേഞ്ച് ആയിരുന്നു. രണ്ട് വില്ലി ശരി ഓക്കെ നമുക്കിപ്പോൾ ചെയ്യില്ല ഇനി ബാക്കി മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ വില്ലിമാർ ബാക്കി ഉണ്ടാതിരുന്നായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അപ്പോൾ ജിന്നും ഷുഗർക്ക് ഹീറോയിനെ ഒറ്റ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് കേട്ടായിരുന്നു ഇല്ലടാ ഞങ്ങൾക്ക് ഒരാളെ പൊടിച്ചിന് എന്ന് പറഞ്ഞ് അവർ പോയായിരുന്നു. അവർക്ക് ഹീറോയിനെ ഓർത്തിട്ട് അവർക്ക് ഹീറോയിന്മാരെ കണ്ടിട്ട് ആൾക്കാർ അവർ ഓർക്കായിരുന്നു ഹീറോയിനെ. അങ്ങനെ രണ്ടുപേരും ഹീറോയിനെ മാരേജിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി. അപ്പോൾ രാജാവ് പറയായിരുന്നു എന്താടാ നീ പറഞ്ഞോ എന്ന് പറഞ്ഞ് രാജാവ് പറയായിരുന്നു അതൊന്നും തെറ്റാലപ്പ എന്ന് പറഞ്ഞിട്ട് പ്രിൻസ് രാജാവ് പറഞ്ഞായിരുന്നു. പ്രിൻസ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത് ഡാഡിക്ക് തലക്കൈ വെച്ചത് നിങ്ങൾ ആരോട് കല്യാണം കഴിച്ച് തരൂടാ എന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോൾ ആർത്തിട്ട് പറയടാ എന്ന് പറഞ്ഞ ഡാഡി നിങ്ങൾക്കിപ്പോൾ വേണ്ട മാരേജ് പറഞ്ഞ് ഡാഡി അവിടെ നിന്ന് പോയായിരുന്നു. അങ്ങനെ രാജാവ് ടെൻഷനായിരുന്നു. ഇവർ വെച്ച് എന്താ ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുക. ഇപ്പം നമുക്ക് യഥാർത്ഥം ഇപ്പം നമുക്ക് ആറമ്മനെ നോക്കാം. ആറം ലൈബ്രറിയിൽ ബുക്ക് പഠിക്കായിരുന്നു. ലൈബ്രറി പറഞ്ഞ ഒരു വലിയൊരു ലൈബ്രറി ആയിരുന്നു. അങ്ങനെ പ്രിൻസ് ആറമ്മക്ക് നോക്കിയ പെണ്ണ് വരുന്നത് ആറമ്മക്ക് ഓൾഡ് ആ പെണ്ണിന് മേലെ ഡൗട്ടുണ്ട്. അതുമാത്രം ആറമ്മക്ക് ആ ഗേളിനെ കുറിച്ച് ഒന്നും അറിയൂ. അതുകൊണ്ട് ആറും ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. ആറമ്മക്ക് ആ പെണ്ണിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. ശരി ഓക്കെ ഇങ്ങനെ സംസാരിച്ചത് ഫ്രണ്ട്മാർ സംസാരിച്ച രാജാവ് ആറ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. നീ ആരും ലവ് ചെയ്താൽ ഇല്ല ആറമ്മക്ക് വരാഞ്ഞ് വന്നായിരുന്നു. ആറമ്മക്ക് ആ പെണ്ണ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആറമ്മക്ക് പിന്നെ അവൾ ആരെന്ന് ആറും കണ്ടുപിടിച്ചായിരുന്നു. ഇപ്പം എന്താ ചെയ്യാന്ന് ആറും ഓർക്കായിരുന്നു. അങ്ങനെ ഹീറോ യഥാർത്ഥം വരുമ്പോൾ ഹീറോ ബുക്ക് പഠിക്കുക ആറും യഥാർത്ഥം വരുമ്പോൾ ഒരാൾ മാസ്ക് ഇട്ടവർ അതിൻ്റെ ഒരു പൂന്ന് മതിയായിരുന്നു. അത് ഹീറോയിൻ്റെ പ്ലേസിലായിരുന്നു. അങ്ങനെയായിട്ട് ആറമ്മ നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ആറം വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ പാലസൊക്കെ വന്നായിരുന്നു ഒരാൾ. അതിൻ്റെ ആറം ഫോളോ ചെയ്ത് വന്നായിരുന്നു. ആറും നോക്കുമായിരുന്നു. അവിടെ നോക്കുമ്പോൾ അതൊരു മനുഷ്യ മതി. അതെ അതൊരു മനുഷ്യയായിരുന്നു. അങ്ങനെ വന്ന് ഹീറോയിൻ വീട്ടിൽ വന്നായിരുന്നു. അങ്ങനെ ആറം ഫോളോ ചെയ്തത് ഇവരല്ല അതിന് മാസ്ക് പറയും ഇവരല്ല എന്ന് ആറം നോക്കുമായിരുന്നു. ആറം യഥാർത്ഥം നോക്കുമ്പോൾ അങ്ങനെയായിട്ട് രണ്ട് പെട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെയുള്ള പെട്ടെല്ലാം മാജിക് തെറ്റാണ്. ബിസ്തു സംസാരിക്കുക അതിലൊരു തത്ത പറയായിരുന്നു നമ്മളെ രാജകുമാരിക്ക് വേറെ പണിയില്ല എത്ര ബുക്കായി ഞങ്ങളുടെ ബുക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ അരച്ചതാ എന്ന് പറഞ്ഞു അതിലൊരു തത്ത പറയാറ് ഗേൾ തത്ത. അതിന് ബോയ് തത്ത പറയായിരുന്നു ശരി നമുക്ക് രണ്ടുപേർക്ക് മാരേജ് ചെയ്യിച്ചു തരുമോ എന്ന് പറഞ്ഞില്ലേ നമുക്കൊരു തേടാ വാ എന്ന് പറഞ്ഞു. രണ്ടുപേർ പോയായിരുന്നു. അതിൽ പിന്നെ ഒരു തത്ത പറഞ്ഞു ഞാൻ രാജകുമാരിയുടെ റൂം നോക്കിക്കോളാം എന്ന് ആ തത്ത പറയുന്നു. ആറമ്മക്ക് മനസ്സിലായി. അങ്ങനെ ആ തത്തക്ക് വൈക്ക തുടങ്ങി. ശരി ഫുഡ് കഴിച്ച് വരാം. ഏത് രാജകുമാരൻ ആരാ രാജകുമാരൻ എന്ന് ഹീറോയുള്ള റൂമിൽ വന്നത് തത്ത വന്ന റൂമിൽ. അങ്ങനെ ആറമ്മ നോക്കും ഹീറോയിനല്ല കുറേ ഡ്രസ്സ് ഇട്ടിട്ട് ഹീറോ ബുക്ക് എടുത്ത് വായിക്കായിരുന്നു. ആ സ്മെല്ല് അവളെ അഡ്രസ് കണ്ട് മൊത്തത്തിൽ ഫ്ലാറ്റായിരുന്നു. വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാൽ ആറമ്മക്ക് മയക്കത്തിൽ ഹീറോയിനെ ഫോളോ ചെയ്യുന്ന ആറമ്മക്ക് ഹീറോയിനെ ക്യാരിങ് അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആഗ്രഹിച്ച മാതിരി ആ പ്രിൻസിക്ക് ആറമ്മക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ശരി ഓക്കെ എവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആറമ്മ ഹീറോയിനെ നോക്കിയിട്ട് ഒറ്റ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ 3 പേർക്ക് ഹീറോയിനാണ്. എൻ്റെ പ്രിൻസ് പോയി ആറമ്മനോട് ഒരു അടി പറയുന്നുണ്ട്. രാജാവ് പറയുന്നത് കേട്ട് ആറമ്മ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല എനിക്ക് അവളെ ഇഷ്ടമാണ്. ആറമ്മയുടെ അടിക്ക് ഷാക്ക് എന്താടാ 3 പേർക്ക് അപ്പഴും ഇഷ്ടം ശരിടാ നിനക്ക് വേണ്ട പോടാ എന്നെ ബാക്കി ദിവസമുണ്ട് എന്നെ അച്ഛൻ ഉണ്ടാതിരുന്നു. ആറമ്മ അതേ ഓർക്കാൻ ഷുഗർ അതേ ഓർക്കായിരുന്നു. ജേഹൂപ്പ് വന്നായിരുന്നു. ജേഹൂബ് വരുമ്പോൾ ജേഹൂഫിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഒരു പ്ലേസ് ഉണ്ട് നല്ല പ്ലേസ് എന്ന് പറഞ്ഞായിരുന്നു. കുതിരയിൽ വരുമായിരുന്നു. ജേഹൂക്ക് തായ്ക്ക തുടങ്ങി 2 പെട്ട്
ഇവിടെ പാട്ട് മ്യൂസിക് കേൾക്കായിരുന്നു ഒരു കാർഡായിരുന്നു. ആ കാർഡിലാണ് നമ്മളെ ഹീറോയിൻ്റെ കാർഡായിരുന്നു. അത് ആനിമൽസിലുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ പാട്ട് ഡാൻസ് കളിക്കായിരുന്നു. അപ്പോൾ പാട്ട് കേൾക്കായിരുന്നു. ജേഹബ് വന്ന് നോക്കും ഹീറോയിൻ്റെ ആ ഡാൻസ് നടുവിൽ കണ്ടിട്ട് ജേഹബ് മൊത്തം ഫ്ലാറ്റ്. അയ്യോ ആരാ എന്ന് പറയുമായിരുന്നു. എന്നിട്ട് ഒരാൾ ആരായിരുന്നു എന്നാൽ അതിലൊരാളുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത്, ഹീറോയിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നത്. ഇവളവിടുത്തെ പ്രിൻസസ് എന്നിട്ട് പറയായിരുന്നു. അങ്ങനെ ജേഹൂക്ക് മനസ്സിലായിരുന്നു. ജേഹൂബ് കേൾക്കുമ്പോൾ അതിൽ ഇവളിവിടുത്തെ പ്രിൻസസ് എന്ന് പറയുന്നു. ജേഹൂബ് ശരി ഓക്കെ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ പേര് മാറ്റി ജേഹൂബ്. ജേഹൂബുക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. ജേഹൂബ് മാരേജ് എന്ന് പറഞ്ഞ് ആ പെണ്ണിൻ്റെ ഡേറ്റിംഗ് ക്യാൻസൽ ചെയ്ത് ജേഹൂബിൻ്റെ ആ ഡാഡിക്ക് ഇറ്റ് ഈസ് നമ്മുടെ ഡാഡിക്ക് ഇഷ്ടമല്ല. രാജാവൊക്കെ ടെൻഷനായിരുന്നു. ആദ്യ വർക്ക് അവളെ മേലെ കണ്ണല്ലേ ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് രാജാവൊക്കെ ടെൻഷനായിരുന്നു. ശരി ഈ 3 പേരുണ്ട് ശരി എന്ന് രാജാവ് വായ ഇവിടെ ഇരുന്നായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് രാജാവ്ക്ക് ടെൻഷനായിരുന്നു. എന്താ ചെയ്യാമെന്ന് രാജാവ്ക്ക്. അങ്ങനെ 3 പേര് പറഞ്ഞ ജിമ്മിന് വന്ന ജിമ്മിന് പറഞ്ഞ ജിമ്മിന് കുറച്ച് ഇങ്ങനെ വേറെ നാട്ടിലത്തെ അവിടുത്തെ രാജാവിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ജിമ്മിൻ അവിടേക്ക് ഇങ്ങനെ കുറച്ച് അടിപെട്ട് ജിമ്മിന് വന്നായിരുന്നു. ജിമ്മിന് അടിപെട്ടിട്ട് തണ്ണിക്ക് വീണായിരുന്നു. ഹീറോയുടെ തണ്ണിൽ ഹീറോ കുളിച്ചുകൊണ്ടായിരുന്നു. ഒച്ചുണ്ടാക്കിയിരുന്നു. ജിമ്മി ഹീറോയുടെ വായി കഴിച്ച് ഹീറോ സ്മെല്ല് ഹീറോയിനെ അറകറയിൽ കണ്ടായിരുന്നു. ജിമ്മിക്ക് ഹീറോയിനെ കണ്ട് ഭയങ്കര മതിയായി. ജിമ്മി ഹീറോയിനെ പിടിച്ച് കിസ് നൽകിയായിരുന്നു. വിട ആരായിരുന്നു ജിമ്മിനായിരുന്നു. ഹീറോയിൻ ബെഡിനോട്ടായിരുന്നു. രാവിലെ നോക്കും ഹീറോയിൻ ജിമ്മിനൊക്കെ മുറക്കായിരുന്നു. എന്താ പറ്റി എന്താണെന്ന് വെച്ചാൽ പറയുമോ ഹീറോയിൻ്റെ ലിപ്റ്റ് ബ്ലഡ് വരാം. ജിമ്മിനൊക്കെ മുറക്കായിരുന്നു. സോറി എന്ന് പറയായിരുന്നു. ജിമ്മിനിക്കെല്ലാം ഓർമ്മ വന്നു. ഓ എന്ന് പറയാം. ജിമ്മിനിക്ക് ഹീറോയിനെ ഞാൻ കിസ് ചെയ്ത ജിമ്മിനിക്ക് ഹീറോയിൻ മേലെ ഭയങ്കര ലവ് വന്നു. ജിമ്മിന് പോയിട്ട് ആ മാരേജ് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പം രാജാവൊക്കെ ടെൻഷനായിരുന്നു. അങ്ങനെ ആയിട്ട് രാജാവ് ടെൻഷനായിരുന്നു. രാജാവൊക്കെ ഇപ്പോൾ എന്താ ചെയ്യാനറിയില്ല. അങ്ങനെ യഥാർത്ഥ വീക്കും ജങ്കുക്ക് ഹീറോയിന് ഒറ്റ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ കുറച്ച് ജിമ്മിന് പറയുമ്പോൾ അവർ ജിമ്മിന് ഓർക്ക് പോകുന്നുണ്ട്. അവർക്ക് ഹീറോയിനെ കണ്ട മൈൻഡ് പോയി. അതും കേസലായി. ഇപ്പം രാജാവൊക്കെ ടെൻഷനായിരുന്നു. രാജാവ് ജങ്കുക്ക് പറയായിരുന്നു അവർ പറഞ്ഞ വില്ലന്മാർ ആരാന്നിട്ട് എല്ലാ ഡീറ്റെയിൽസ് ഒരാൾ ഒരു ഇത് ഹീറോയിൻ്റെ തത്ത പറയായിരുന്നു. ഇത് ജിമ്മിനൊക്കെ ജങ്കുക്ക് കേട്ടായിരുന്നു. അപ്പോൾ ജിമ്മിൻ ജങ്കുക്ക് പോയിട്ട് പറഞ്ഞു റിപ്പോർട്ടെല്ലാം നമ്മളെ രാജകുമാരിക്ക് എല്ലാവരും ഹീറോ ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിനി. അതിന് ഫുള്ള് ഹീറോയ്ക്ക് അറിഞ്ഞ കാര്യം എല്ലാം മൊത്തം പറയായിരുന്നു. ഇത് പോയിട്ട്